നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇനിയും കറക്റ്റ് 30 ദിവസം തികച്ചില്ല. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറി കടക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരുപാട് മാസങ്ങളായിട്ട് ഒത്തിരി മാസങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് കവർ ചെയ്തുകൊണ്ട് വരികയാണ്. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോഴും മീൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും ഒന്നും പഠിച്ചില്ല എന്നുള്ളൊരു തോന്നലോടുകൂടി മുന്നോട്ട് പോകുന്നവരും ഉണ്ടായിരിക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് തന്നെ ആയിരിക്കാം. എങ്കിൽ പോലും ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ 30 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ പ്രിലിമിനറിയിൽ കടക്കാമെന്ന് കടുത്ത തീരുമാനം, അതായത് കടന്നേ ഒക്കൂ എന്നുള്ളൊരു കടുത്ത തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷോർട്ടായിട്ട് നിങ്ങൾ പ്രിലിമിനറി കടന്നിരിക്കും. ദെൻ 10th ലെവൽ കോമൺ പ്രിലിമിനറിയിൽ കടക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവരോടും കൂടെ പറയാനുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി കടന്നിരിക്കണം. അതൊരു വാശിയായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോവുക. 10th ലെവലിനേക്കാളും കുറേയേറെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പോസ്റ്റാണ് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പം. അതുകൊണ്ട് അവിടെ കിട്ടാത്തത്, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലുള്ള കാര്യമാണ്, അവിടെ കിട്ടാത്തത് നമുക്ക് ഈ ഹൈ ലെവൽ പോസ്റ്റിൽ നേടിയെടുക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഒരു 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഒന്ന് കഷ്ടപ്പെടുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടൊന്ന് നോക്കുക. ഇതൊരു പ്രിലിമിനറി എക്സാം ആണ് അല്ലേ. പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ റാങ്ക് ഒന്നും നിർണ്ണയിക്കുന്നില്ല. നമുക്കൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കട്ട് ഓഫ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ കട്ട് ഓഫ് കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ഓഫ് 50 മാർക്കായിരിക്കാം അല്ലേ, ചിലപ്പോൾ അത് 60 പോകാം, ചിലപ്പോൾ അത് 70 മാർക്ക് വേണമെങ്കിലും ആവാം. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 10th ലെവലിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കില്ല ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടും പോയത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവയർനെസ് ഉള്ള ആൾക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതായത് ഒരു സംശയവും ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കട്ട് ഓഫ് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കുക. അപ്പോൾ ആ സമയത്ത് പഠിക്കുമ്പോൾ സ്മാർട്ട് വർക്കിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പലരും പലത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഡിഗ്രി ലെവൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാംസിന് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ. 20 മാർക്ക് കണക്ക്, 10 മാർക്ക് മലയാളം, 10 മാർക്ക് ഇംഗ്ലീഷ്. അവിടെ 10 മാർക്കാണ്. എന്നാൽ +2 ലെവൽ പ്രിലിമിനറിയുടെ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 20 മാർക്ക് ഇംഗ്ലീഷിന് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി, ഒന്നാമത്തെ ഞാൻ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻ, അതായത് 8 മുതൽ അല്ലെങ്കിൽ 7, 8, 9, 10 ഈ ഇത്രയും ലെവലിൽ നിന്നുകൊണ്ട് മാർക്ക് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളതിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ തീർത്തിട്ടിരിക്കുകയാണെന്നാണ് വിശ്വാസം. ബാക്കി നമ്മൾ ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പം ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, ഇതാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ ഒരു ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 40 മാർക്ക് ആയിക്കോട്ടെ, ഈ 3 സബ്ജക്റ്റിനൂടെ 40 മാർക്കാണ് നമുക്ക് വരുന്നതെന്ന് വെച്ചോ. ഈ 40 മാർക്കിനകത്ത് ഒരുവിധം ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടി, അതായത് ആവറേജ് ആയിട്ട് പഠിച്ച് വെച്ചിരിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ടൊരു 15 മാർക്ക് കിട്ടുമല്ലോ. പോട്ടെ 20 മാർക്കെങ്കിലും കിട്ടും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ പോലും ഒരു 38 മാർക്ക് അല്ലെങ്കിൽ ഒരു 35 മാർക്കെങ്കിലും അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇംഗ്ലീഷ് ഞാൻ 10 എടുത്തിരിക്കുന്നത്. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ആദ്യം നിങ്ങൾ ഇനിയുള്ള സമയത്ത് ഈ ഒരു പോർഷൻ, ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉറപ്പിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള കുറച്ച് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് സിവിക്സ് ആണ്. സിവിക്സിനകത്തുനിന്ന് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്കണോമിക്സ് ഒരിക്കലും ഒഴിവാക്കരുത്. അവിടെ നിന്നും വരാം 6 തൊട്ട് 7 മാർക്ക് വരെ എക്കണോമിക്സിൽ നിന്നും വരാം. ദെൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം സിലബസ് വളരെ ചുരുക്കമാണ്. ആ ചുരുക്കം സിലബസിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ഇതുവരെ വന്നിരിക്കുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവോയ്ഡ് ചെയ്യുകയേ ചെയ്യരുത്. ആ 7 മാർക്ക് ഉറപ്പായിട്ടും ഒരുവിധം കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്ന എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്
സിവിക്സ് ഒട്ടും ടഫില്ല. ഇനി അഥവാ ടഫാണെന്ന് തോന്നുന്നവർ അത് ഒഴിവാക്കിയേരെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 10 മാർക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ISRO അല്ലെങ്കിൽ DRDO അതുപോലെയുള്ള ബയോഡൈവേഴ്സിറ്റി അതുപോലെ എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമെങ്കിലും പഠിക്കാമല്ലോ. ഹ്യൂമൻ ബോഡി എളുപ്പമല്ലേ, അപ്പോൾ അതൊക്കെ പഠിക്കാമല്ലോ. അവിടെ നിന്ന് നമുക്കൊരു 5 മാർക്ക് സ്കോർ ചെയ്തൂടെ. അപ്പോൾ അത്രയും പോർഷൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സിവിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഈ പോർഷൻസ് എല്ലാം കൂടെ കവർ ചെയ്താൽ തന്നെ ഏകദേശം നമുക്കൊരു 35%, 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാം. ഈ 35 കിട്ടിയില്ലെന്ന് വെച്ചോ, പോട്ടെ 25 മാർക്കെങ്കിലും കിട്ടുമല്ലോ. അപ്പം തന്നെ നമ്മൾ എന്തായി, ഒരു 55 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം കൂടെ, ജോഗ്രഫി കിടപ്പുണ്ട് അല്ലേ. ജോഗ്രഫിക്കകത്ത് ഇന്ത്യൻ ജോഗ്രഫി അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ബേസിക് ജോഗ്രഫി എന്തെങ്കിലുമൊക്കെ പഠിച്ചവരില്ലേ, ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് 2 or 3 മാർക്കായാലും കിട്ടിയാൽ മതി, തെറ്റിക്കാൻ പോകണ്ട. അപ്പം ഇങ്ങനെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വീട്ടമ്മമാർ കാണും, അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നാൾ നമ്മൾ 2 മണിക്കൂർ പഠിച്ചാലും മതി, 3 മണിക്കൂർ പഠിച്ചാലും മതി. ഇനിയുള്ള സമയത്ത് 28 ദിവസം 29 ദിവസം നിങ്ങൾ മിനിമം ഒരു 5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 8 മണിക്കൂറും മിനിമം ഒരു 5 മണിക്കൂർ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെയൊക്കെ എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റൊന്ന് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി കുറച്ച് നേരം 2 or 3 മണിക്കൂർ രാത്രിയിലും രാവിലെയൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഞ്ച് ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം ക്ലാസ്സുകൾ യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെവിയിൽ വെച്ച് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സേഫ് ആണെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് വോയിസ് ഓവറൊക്കെ കേട്ടൊന്ന് ശീലിക്കാനായിട്ട്, അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ പറയുന്നില്ല, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് റിവൈസ്. വീട്ടു ജോലിക്കിടയിലൊക്കെ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്റർവെൽ ഒക്കെ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇനിയുള്ള സമയം ശ്രദ്ധിക്കുക. അതായത് കിട്ടുന്ന 10 മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ വോയിസ് ഓവർ കേൾക്കോ അല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെച്ച് ഒന്ന് ഓടിച്ചിട്ട് വായിക്കുമോ, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വീട്ടമ്മമാർ പാത്രം കഴുകുന്നതിനിടയിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിലോട്ടൊന്ന് വെച്ചിട്ട് അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള സമയം ഒരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കരുതെന്നുള്ളതാണ്. നമുക്ക് ഫുൾ ടൈം ഇരിക്കാനൊക്കെ ഇല്ല, അതുകൊണ്ട് 1 മിനിറ്റ് കിട്ടുവാണെങ്കിൽ അതെങ്ങനെ എനിക്ക് ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങാം. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇനിയുള്ള 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. ഇനി മോക്ക് ടെസ്റ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 28 ദിവസവും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഓരോ ദിവസവും 2 എണ്ണം, ഒരെണ്ണമെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. OMR ഷീറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതല്ല ചെയ്യുവാണെങ്കിലും സാരമില്ല, ടൈമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ 1 or 2 ക്വസ്റ്റ്യൻ പേപ്പർ, സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ പേപ്പർ വരെ നോക്കാം. സമയം ഒട്ടും തികയാത്തവർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് 1 നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് സ്മാർട്ട് വർക്ക് ചെയ്യുക, 2 കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇനിയുള്ള സമയം എഫക്റ്റീവായിട്ട് സ്മാർട്ട് വർക്കോട് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സമയമില്ലാന്ന് തോന്നുന്നവർ ഇടയ്ക്കുള്ള ഇൻ്റർവെല് പോലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്, പ്രധാനമായിട്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും റെഫർ ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ട് റെഫർ ചെയ്ത് തനിയെ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റെപ്പറ്റേറ്റീവായിട്ട് പഠിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ്. 10 മാർക്കിനാണ് വരുന്നതെങ്കിൽ ഈ 10 മാർക്ക് എവിടെ നിന്നൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. സോ എല്ലാ ദിവസവും ഒരു 10 or 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ പ്രീവിയസ് എഴുതി വെച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കൊക്കെ കാണുമല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് വരെ ഉറപ്പായിട്ടും മിക്കവാറും ഒരു ജനുവരി തൊട്ടിട്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെയുള്ള കറണ്ട് അഫെയർ, പോട്ടെ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ 8 മാസത്തെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സിനകത്ത് സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പൊതുജന ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കൊറോണയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് കൊറോണയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലേ? അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ കടന്നിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒന്നും ഇടുന്നില്ല, അല്ലേ? മീൻസ് റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. നമുക്ക് ജസ്റ്റ് ആ കട്ട് ഓഫ് ഒന്ന് കടക്കണം. അതിനുശേഷം മെയിൻസ് വരുമ്പോൾ മാത്രമേ നമ്മുടെ മുമ്പിൽ മത്സരമുള്ളൂ. സോ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ല രീതിയിൽ 1 മിനിറ്റ് പോലും പാഴാക്കാതെ മാക്സിമം ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഒന്നുകൂടെ പറയുന്നതാണ്, 1 മിനിറ്റ് പോലും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.